ഇപ്പോൾ എന്ത് സംഭവിക്കുന്നതിലേക്ക് തിരികെ ആലപ്പുഴ തകഴി കുന്നുമയിൽ നവജാത ശിശുവിനെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ യുവതിയുടെ ആൺസുഹൃത്ത് ഉൾപ്പെടെ 2 പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ചേർത്തല പൂച്ചാക്കൽ സ്വദേശി യുവതിയുടെ കുഞ്ഞിനെയാണ് കുഴിച്ചുമൂടിയത്. ഗർഭിണിയാണ് എന്ന വിവരം വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചെന്നും പ്രസവശേഷം കുഞ്ഞിനെ കുഴിച്ചിടാമെന്ന് നിർദ്ദേശിച്ചത് ആൺസുഹൃത്താണെന്നും ഇപ്പോൾ യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ശ്യാംകുമാർ ആലപ്പുഴയിൽ നിന്നിപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാംകുമാർ, ഈ പെൺകുട്ടി, ഈ യുവതി മറ്റെന്തൊക്കെ മൊഴി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ശ്യാംകുമാർ? ഉന്മേഷ ഈ മാസം 4-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്നലെ ഈ പെൺകുട്ടി ബ്ലീഡിങ്ങുമായി ആശുപത്രിയിൽ എത്തിയതോടെ ആശുപത്രി അധികൃതരാണ് പെൺകുട്ടി പ്രസവിച്ചിരുന്നു എന്നുള്ള വിവരം സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് കുട്ടി എവിടെയെന്ന ചോദ്യത്തിന് അമ്പംതൊട്ടിൽ ഉപേക്ഷിച്ചു വന്ന പെൺകുട്ടി ആശുപത്രി അധികൃതരോട് മൊഴി നൽകി. ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ സംശയത്തെ തുടർന്ന് പോലീസ് എറണാകുളം സെൻട്രൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ എത്തി പെൺകുട്ടിയുടെ മൊഴി എടുത്തപ്പോഴാണ് പെൺകുട്ടി പരസ്പര വിരുദ്ധമായ മൊഴി നൽകുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ സുഹൃത്തിലേക്കും അയാളുടെ കൂട്ടുകാരനിലേക്കും അന്വേഷണം എത്തുകയും ഇന്നലെ രാത്രി ഇവരെ തകഴി ഈ കുന്നുമലിൽ നിന്ന് പൂച്ചാക്കൽ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. ഈ കുട്ടി ജനനത്തിൽ തന്നെ മരിച്ചിരുന്നോ അതോ കൊലപാതകമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ പോലീസ് അടച്ചു കെട്ടിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് ഒരു സ്ഥലത്താണ് ഈ കുട്ടിയെ കുഴിച്ചിട്ടതായി സംശയിക്കുന്നത്. ഏതായാലും അവിടേക്ക് ഈ 2 പ്രതികൾ, ഈ പെൺകുട്ടിയുടെ കാമുകനായ തോമസ് ഔസേപ്പ്, സഹായി അശോക് എന്ന് പറയുന്ന യുവാവ് എന്നിവരെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാവും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പൂച്ചാക്കൽ പോലീസ് ഇവരുമായി ഇവിടെ എത്തുക. ഏതായാലും നിലവിലെ സംഭവ സ്ഥലത്തേക്ക് ആരെയും കടത്തിവിടാതെ പോലീസ് ആ പ്രദേശം കെട്ടിയടച്ചിട്ടുണ്ട്. ഏതായാലും പ്രതികളുമായി ഇവിടെ എത്തും. അതിൽ അറിയേണ്ട 2 കാര്യം, പ്രസവത്തിൽ കുട്ടി മരണപ്പെട്ടതാണോ അതിനുശേഷം കൊലപ്പെടുത്തിയതാണോ എന്നുള്ളതാണ്. ഏതായാലും പ്രതികളുമായി പോലീസ് സംഘം ഉച്ചയോടുകൂടി ഇങ്ങോട്ട് എത്തുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ 2 പേരെയാണ് പൂച്ചാക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുമായി ഉച്ചയോടുകൂടി അന്വേഷണ സംഘം ഇങ്ങോട്ടെത്തും. RDOയുടെ സാന്നിധ്യം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടിയെ കുഴിച്ചിട്ടു എന്ന് സംശയിക്കുന്ന സ്ഥലത്ത് തുറന്ന് പരിശോധിക്കുമ്പോൾ നിയമപരമായി RDOയുടെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് RDOയുടെ സാന്നിധ്യത്തിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പോലീസ് ശ്രമങ്ങൾ വേഗത്തിലാക്കിയിരിക്കുന്നത്. ഈ കുഞ്ഞിനെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം അത് കൃത്യമായി ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ ശ്യാംകുമാർ? നിലവിൽ ഈ 2 പ്രതികൾ നൽകിയ സ്ഥലം പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണോ എന്നുള്ളത് പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്ത് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും ആ സംഭവ സ്ഥലം തുറന്ന് പരിശോധിക്കാനുമായി പോലീസ് തയ്യാറെടുക്കുന്നത്. ഈ RDOയുടെ സഹായം ഉൾപ്പെടെ തേടിയിരിക്കുന്നതും ഈ കേസിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നതിനാലാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രതികളെ ഇവിടെ എത്തിച്ച് അവർ നൽകുന്ന വിവരത്തിൽ മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് രാവിലെയാണ് ഈ 2 പ്രതികളുടെയും, ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത 2 പ്രതികളുടെയും അറസ്റ്റ് പൂച്ചാക്കൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും പ്രതികളുമായി ഇവിടെ എത്തും. ഈ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് സംശയം. അത് ജനനത്തിൽ തന്നെ കുട്ടിയുടെ മരണം സംഭവിച്ചതാണോ അതോ യുവതി നൽകിയ മൊഴി പ്രകാരം ഈ കാമുകന് ഈ കുട്ടിയെ കൈമാറി കാമുകനാണ് കുഞ്ഞിനെ കുഴിച്ചിടാം എന്ന് പറഞ്ഞത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. അത് ഏതായാലും അതിലേതാണ് ശരി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതികളുമായി സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുകയും ആ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടിയുടെ മൃതദേഹം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയാണ് പോലീസ് സംഘം ഇങ്ങോട്ട് എത്തുന്നത്. ഏതായാലും 2 പേരെ പോലീസ് ഇന്നലെ രാത്രി 10:30 ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോവുകയും ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. യുവതി ആശുപത്രിയിൽ എത്തിയതോടുകൂടിയിട്ടാണ് മറച്ചുവെച്ച ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ഉന്മേഷ്, ശരി. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം അവിടെ പരിശോധന നടത്തും ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടി.